എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാനാകുന്നത് മൊത്തം ആളുകളുടെ പ്രതികരണവും ഈ പ്രസംഗവും കാണുമ്പോൾ രഞ്ജിത്ത്? സ്മൃതി, ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരുന്നു ഇത്ര നേരം PV അൻവർ പ്രസംഗിച്ചത്. പൂർണ്ണമായും ജനങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട്, പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം ഉൾപ്പെടെ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇവിടുത്തെ രാഷ്ട്രീയ സഖ്യങ്ങൾക്ക് പിന്നാലെയല്ല, രാഷ്ട്രീയ സഖ്യങ്ങളും നെക്സസിനുമൊക്കെ അപ്പുറത്തേക്കുണ്ടാകും എന്നുള്ളതാണ്. ഈ പ്രസംഗത്തിനൊപ്പം എന്ത് തോന്നി? ഈ പ്രസംഗം കേട്ടിട്ട് എന്ത് തോന്നി ചേട്ടാ? പ്രസംഗത്തിനൊപ്പമാണോ? പ്രസംഗം രക്ഷിച്ച സാധനമാണ്. പ്രസംഗത്തിൽ ഇവിടെ കേരളത്തിലെ ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് അൻവർ ഇവിടെ ഉയർത്തിയിട്ടുള്ളത്. പൊതുജനങ്ങൾ, അതായത് ശരാശരി കേരളത്തിലെല്ലാ പൗരന്മാരും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിനൊപ്പം അഭിപ്രായം തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊപ്പം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഓരോ കാര്യത്തെ നിഷ്പക്ഷമായിട്ട് നോക്കി കണ്ടുകാണ്ട് അതിനെ വിലയിരുത്തുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ, അതായത് അദ്ദേഹം ഒരു MLA എന്നുള്ള സ്ഥാനം, 8ാം വർഷമാണ് അയാൾ MLA സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 140 മണ്ഡലങ്ങളിലെ MLAകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു MLA എന്ന് പറയാം. കാരണം വികസന പ്രവർത്തനങ്ങളിൽ കാര്യങ്ങൾ ചെയ്തത്. എന്ത് തോന്നുന്നു പ്രസംഗം? എങ്ങനെ പ്രസംഗത്തിൽ കേട്ടിട്ട് എന്താണ് ഇത്, പിന്നെ ശരിക്കും നടപടിയെടുക്കണം എന്നുള്ളത് ഉറപ്പല്ലേ? കാര്യപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉന്നയിച്ചതെല്ലാം ഇതിനെല്ലാം പെട്ടെന്ന് തീരുമാനം ഉണ്ടാകണം. അതേപോലെ മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസിൻ്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കണം, നടപടിയെടുക്കണം. PV അൻവർ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. PV അൻവർ ഇറങ്ങുന്നുണ്ടെങ്കിൽ PV അൻവറിന്റെ പ്രതികരണം ഒന്ന് കിട്ടിയാൽ കൊള്ളാം. ഈ ആൾക്കൂട്ടം MLA വന്ന പോലെ തന്നെ വലിയ തിരക്കാണ്. തിരിച്ചു പോകുന്നതും വലിയ ആൾക്കൂട്ടത്തിന് നടുവിലൂടെയാണ്. അദ്ദേഹം വാഹനത്തിലേക്ക് കയറുകയാണ്. അൻവറിന്റെ ആത്മവിശ്വാസം കൂട്ടുന്ന രൂപത്തിലാണ് അവിടെ ജനസഞ്ചയം ഉണ്ടായിരിക്കുന്നത്. തന്നെ വർഗീയവാദിയാക്കാനുള്ള ശ്രമം, അതിനെതിരെയാണ് അദ്ദേഹം വിശദമായി തന്നെ പ്രസംഗിച്ചത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശ്വാസിയാണ് എന്നുള്ളത് വർഗീയവാദമല്ല. വർഗീയവാദം എന്നുള്ളത് അപരമതത്തെ കുറ്റപ്പെടുത്തലും ദ്വേഷിക്കലുമാണ്. അതാണ് അൻവർ കൂടുതൽ പറയുന്നില്ല. 2.5 മണിക്കൂർ പ്രസംഗത്തിന് ശേഷം അൻവർ മടങ്ങുകയാണ്. രഞ്ജിത്ത്, ഞാൻ പറഞ്ഞതുപോലെ ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വർഗീയവാദിയാക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളതിൽ അദ്ദേഹം വലിയ വിശദീകരണം തന്നെ നൽകുന്നു. തൻ്റെ കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ്, സഹവർത്തിത്വത്തോടുകൂടി കുടുംബത്തിൽ അവിടെ വന്നിരുന്ന ജോലിക്കാരും അവരുമൊക്കെ ആയിട്ടുള്ള ബന്ധം കൂടി അദ്ദേഹം വിശദീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ CPM-ന് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി അൻവർ നൽകുന്നുണ്ടോ? സ്മൃതി, കൃത്യമായി ഇന്നത്തെ പ്രസംഗത്തിൽ പ്രധാനമായിട്ടും CPM-ന് മറുപടി നൽകുക, അതോടൊപ്പം തന്നെ ഇവിടെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി, പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ 2.5 മണിക്കൂർ പ്രസംഗത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കാരണം പുതിയ പ്രസ്ഥാനം, പുതിയ പാർട്ടി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അദ്ദേഹം തള്ളിപ്പറയുന്നുണ്ട്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലെല്ലാം വലിയ തോതിലുള്ള ഒരു കോക്കസ് അല്ലെങ്കിൽ നെക്സസ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നല്ല, CPM-ഉം കോൺഗ്രസും ലീഗും BJP-യും ഒക്കെ അടങ്ങുന്ന ഒരു നെക്സസ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നം, അതിലെല്ലാ മതവിഭാഗങ്ങളുടെയും പ്രശ്നം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. വർഗീയവാദിയാക്കാനും തീവ്രവാദിയാക്കാനുമുള്ള ശ്രമങ്ങൾക്കെതിരെ അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സെക്കുലർ സ്പേസിൽ നിന്നുകൊണ്ട്, ഒരു സെക്കുലർ ലെഫ്റ്റ് സ്പേസിൽ നിന്നുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം. അത് CPM വിരുദ്ധ പാർട്ടിയായിരിക്കും. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ സ്വീകരിക്കുന്ന നയങ്ങളിൽ നിന്ന് വിഭിന്നമായി അഭിപ്രായമുള്ളൊരു പാർട്ടി ആയിരിക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ആ പാർട്ടി വേണമെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കും. അതിനൊരു അഭിപ്രായ സർവേ ഉണ്ടാകുമെന്ന് പറയുന്നു. ആ അഭിപ്രായ സർവേയിൽ നിങ്ങൾ ആ പാർട്ടിക്കൊപ്പം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ആ പാർട്ടിക്കൊപ്പം തീർച്ചയായിട്ടും ഞങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് തയ്യാറാണ്. ഇവിടെ ഈ ഇപ്പോൾ പോകുന്ന ഈ ഭരണത്തിൻ്റെ
നെഗറ്റീവ് കൊണ്ട് ഞങ്ങൾ പൊരുതി മുട്ടീന് ഒരു യുവത്വം നമുക്ക് വണ്ടിയായിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ വെച്ചാൽ ഒരു സമൂഹത്തിൻ്റെ അടിയിലേക്ക് ഇറങ്ങാൻ വെച്ചാൽ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തേക്ക് നമുക്ക് പോകാൻ വയ്യ എല്ലാം പണത്തിൻ്റെ മേലെയാണ് സമൂഹത്തിൻ്റെ ജനങ്ങളുടെ മേലെ ഒരു ഉദ്യോഗസ്ഥന്മാരും നിൽക്കണില്ല. ഇവർ ഉന്നയിച്ച പോലെ ഒരു പുതിയ പാർട്ടി പുതിയ സംവിധാനം ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു? തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. അൻവർ ഉദ്ദേശിച്ച പോലെ ഞങ്ങൾ അതിന് ഏട്ടും പാലും ഞങ്ങളുണ്ടാവും. നേരത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്? മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ച ആളാണ്. ലീഗിലുണ്ടായിരുന്നു. ഇപ്പൊ അൻവറിനൊപ്പം അൻവറിനൊപ്പമാണ്. എന്താണ് പറയുന്നത്? ഇപ്പൊ ഈ അൻവർ പ്രഖ്യാപിച്ച പോലെ പുതിയൊരു പാർട്ടി എന്ന് ആഗ്രഹിക്കുന്നു? പുതിയ പാർട്ടി അൻവർ ഉണ്ടാക്കുകയാണെങ്കിൽ അൻവറിൻ്റെ കൂടെ നമ്മൾ നിൽക്കാൻ നമ്മൾ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ന്യായമായി 100% അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. 100%. 100% ആൾ പറഞ്ഞത് ശരിയാണ്. എന്താണ് ഈ പ്രസംഗത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെയാണ് പ്രശ്നങ്ങൾക്കൊപ്പം നിങ്ങളും എല്ലാവരും ഉണ്ടാവും. ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. ജനങ്ങൾ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം തന്നെയാണ് ജനങ്ങൾ ആഗ്രഹം. അത് തന്നെയാണ് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ പുതിയൊരു പാർട്ടി വേണമെന്നും അതിന് അൻവർ നയിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നു? ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. ഇപ്പം അദ്ദേഹം ചൂണ്ടിക്കാട്ട പ്രശ്നങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടണം. അതിന് മറുപടി ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. ആ മറുപടിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഈ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും, കട്ട സപ്പോർട്ടായിരിക്കും. അൻവർ പറഞ്ഞത് തീർച്ചയായിട്ടും പാർട്ടി സ്മൃതി കേട്ടില്ല ഇതാണ്. അൻവർ പറഞ്ഞത്, പക്ഷേ ജനങ്ങൾ കേൾക്കുന്നു, അവരുടെ ശബ്ദമാകാനാണ് അൻവർ ശ്രമിക്കുന്നതെന്നാണല്ലോ അദ്ദേഹം വിശദീകരിക്കുന്നത്. വി എസ് രഞ്ജിത്ത്, അഷ്കർ, ഒപ്പം തന്നെ മുബഷീർ, നിങ്ങൾ 3 പേരിലേക്കും വരാം.